അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയരെ, SSF ജില്ലാ സാഹിത്യോത്സവിൻ്റെ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങൾ നിങ്ങളുമായി സംവദിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള ആഗോള മനുഷ്യാവകാശ കൂട്ടായ്മയായ ഗ്ലോബൽ അലയൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 1999 മുതൽ തുടർച്ചയായി നൽകി വന്നിരുന്നത് എ ഗ്രേഡ് പദവിയായിരുന്നു. എന്നാൽ 2016 ഇന്ത്യക്ക് ആ പദവി നഷ്ടപ്പെട്ടു. പിന്നീടുള്ള വർഷങ്ങളിൽ നില കൂടുതൽ വഷളാകുന്നതാണ് നാം കണ്ടത്. ന്യൂനപക്ഷ ആക്രമണങ്ങൾ, ബുൾഡോസർ രാജ്, ദളിത് പീഡനം, മാധ്യമ സ്വാതന്ത്ര്യം, ഇന്റർനെറ്റ് ലഭ്യത, ഹിജാബ് നിരോധനം തുടങ്ങിയ വിഷയങ്ങളിലെ ഭരണകൂടത്തിൻ്റെ നിലപാട് പരിഗണിച്ചാണ് ഇന്ത്യയുടെ നിലവാരം കണക്കാക്കപ്പെട്ടത്. കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമാണ് ഫലസ്തീനുകൾ പട്ടിണിയുടെ പിടിയിൽ അമരുന്നത്. സമീപ ആഴ്ചകളിൽ പട്ടിണി മൂലം മരിച്ച 111 പേരിൽ 80 കുട്ടികളാണ്. സമാനതകളില്ലാത്ത രണ്ടാം ലോക യുദ്ധാനന്തരമാണ് ഐക്യരാഷ്ട്രസഭ 1948 ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്ന വസ്തുത യുദ്ധവും മനുഷ്യാവകാശവും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ തൻ്റെ രാജ്യത്തെ പറ്റിയുള്ള ചില സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. Where the mind is without fear and the head is held high, where knowledge is free എന്ന് തുടങ്ങി പിന്നെയും നിരവധിയായ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ആ വരികൾ അവസാനിക്കുന്നത് into that heaven of freedom, my father, let my country awake എന്ന പ്രതീക്ഷയിലാണ്. ഒരു പൗരനും മനുഷ്യനും എന്ന നിലയിൽ ഒരാൾക്കു ലഭിക്കേണ്ട അടിസ്ഥാന അഭിമാന ബോധത്തെയും സാമൂഹിക പരിഗണനയുമാണ് ടാഗോർ അടയാളപ്പെടുത്തുന്നത്. യുദ്ധങ്ങളിലും കലാപങ്ങളിലുമാണ് മനുഷ്യാവകാശങ്ങളുടെ കൂട്ടക്കുരുതികൾ നടക്കാറുള്ളത്. മനുഷ്യൻ ഏറെ പുരോഗമിച്ചെന്ന് അവകാശപ്പെടുന്ന 21-ാം നൂറ്റാണ്ടിലും ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ വിശപ്പ് ഭക്ഷിച്ച് ജീവിക്കുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമായ ആരോഗ്യ സംരക്ഷണത്തിനോ വിദ്യാഭ്യാസത്തിനോ അവസരമില്ലാത്ത ജനതയായി ഫലസ്തീനികൾ മാറിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ജീവിക്കാനുള്ള അവകാശം പോലും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 21 മാസത്തിലധികമായുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമാണ് ഫലസ്തീനുകൾ പട്ടിണിയുടെ പിടിയിൽ അമരുന്നത്. സമീപ ആഴ്ചകളിൽ പട്ടിണി മൂലം മരിച്ച 111 പേരിൽ 80 കുട്ടികളാണ്. 60,000-ഓളം ഗർഭിണികൾ ഉൾപ്പെടെ 6 ലക്ഷത്തോളം പേർ ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാതെ ജീവനു വേണ്ടി മല്ലടിക്കുകയാണ്. യുദ്ധത്തിൻ്റെ പേരിൽ ലോകരാഷ്ട്രങ്ങൾ ജൂതരാഷ്ട്രത്തിനു കൽപ്പിച്ചു നൽകുന്ന ആനുകൂല്യങ്ങളാണ് ഫലസ്തീനുകളുടെ അവകാശങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ, മ്യാൻമർ, സുഡാൻ പോലത്തെ രാജ്യങ്ങളിലെയും സ്ഥിതി സമാനമാണ്. സമാനതകളില്ലാത്ത രണ്ടാം ലോക യുദ്ധാനന്തരമാണ് ഐക്യരാഷ്ട്രസഭ 1948 ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്ന വസ്തുത യുദ്ധവും മനുഷ്യാവകാശവും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. UDHRൻ്റെ 75ാമത് വാർഷികം ആഗോളതലത്തിൽ ആഘോഷിക്കപ്പെട്ടുവെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ മനുഷ്യാവകാശ ബോധത്തിൻ്റെ നിലവാരം ആഘോഷിക്കാൻ ഒതുങ്ങുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ മനുഷ്യാവകാശം എന്നത് പുതിയൊരു ആശയമല്ല. മനുഷ്യഭാവത്തിൻ്റെ മൗലിക ചോദനയായി കരുതേണ്ട മൂല്യമാണത്. പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ സംഗമത്തിലെ അന്ത്യപ്രഭാഷണത്തിൻ്റെ മൂല ആശയം മനുഷ്യരും അവർ പരസ്പരം പുലർത്തേണ്ട അവകാശബോധവുമാണ്. സ്ത്രീകളെയും കുട്ടികളെയും അനാഥ അഗതികളെയും അവശരെയും യുദ്ധ സാഹചര്യത്തിൽ പോലും പ്രത്യേകം പരിഗണിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ മുത്തുനബി അറഫ പ്രഭാഷണത്തിൽ അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. UN പോലെ ഒരു അന്താരാഷ്ട്ര സംഘടന പോലും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നോക്കുകുത്തിയായി മാറുന്നത് നിരന്തര വാർത്തയാണ്. സംഘടനകളുടെ പേപ്പർ പ്രഖ്യാപനങ്ങൾക്കപ്പുറം മനുഷ്യ മനസ്സിൽ അലിവിൻ്റെയും സഹാനുഭൂതിയുടെയും ജനാധിപത്യബോധത്തിൻ്റെയും ആത്മബോധം നഷ്ടപ്പെടുന്നതിനെ ലോകം ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാഹിത്യോത്സവിലെ